പണി, റൈഫിൾ ക്ലബ് എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒരു 4 മലയാള ചിത്രങ്ങൾ ഇന്ന് ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേസിൽ ജോസഫ്, നസ്രിയ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് സൂക്ഷ്മദർശിനി എന്ന ചിത്രം. ഇതൊരു മികച്ച മിസ്റ്ററി ത്രില്ലർ ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ HD പ്രിന്റ് ഒക്കെ മുമ്പ് ഓൺലൈൻ വഴിയൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ പ്രീമിയർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അർജുൻ അശോകന്റെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ആനന്ദ് ശ്രീബാല എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ചിത്രത്തിന് തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ആയിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഒരു ചിത്രം ആമസോൺ പ്രൈം, മനോരമ മാക്സ് എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി 17 സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ജമീലിന്റെ പൂവൻ കോഴി എന്നൊരു ചെറിയൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് സൈന പ്ലേ ആണ്. അപ്പോൾ സൈന പ്ലേയിലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന ജനുവരി 17 തന്നെയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഹൊറർ കോമഡി മൂവിയാണ് ഹലോ മമ്മി എന്ന ചിത്രം. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് നല്ല അഭിപ്രായമായിരുന്നു അന്ന് തിയേറ്ററുകളിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഈ ഒരു ചിത്രത്തിനും വലിയൊരു വിജയമായി മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഒരു ചിത്രം ഈ ജനുവരി മാസം അടുത്ത ആഴ്ചകളിലായിട്ട് തന്നെ പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ കൂടുതലും ആമസോൺ പ്രൈം ആണ് വാങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസിംഗ് ആയിട്ട് ഈ ഒരു ചിത്രം വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. വിജയ് സേതുപതിയുടെ പണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗംഭീര ചിത്രമാണ് സൂത് കവും എന്ന ചിത്രം. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ചിത്രമാണ് സൂത് കവും 2 എന്ന തമിഴ് ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രം ആഹാ തമിഴ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഉണ്ണിമൂന്തന്റെ ഈ ക്രിസ്മസിന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്കോ എന്ന മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ 100 കോടി രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് മൂവി ആയിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു ചിത്രം ഈ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ഫസ്റ്റ് ആയിട്ടോ ആയിരിക്കും ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ഏറ്റവും ആദ്യം റിലീസ് ചെയ്തിട്ടുള്ള മലയാള ചിത്രമായിട്ട് അറിയപ്പെടുന്ന ഒരു ചിത്രമാണ് ടൊവിനോ, തൃഷ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐഡന്റിറ്റി എന്ന ചിത്രം. ഇത് അത്യാവശ്യം നല്ലൊരു ത്രില്ലർ ചിത്രം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചിത്രവും കൂടുതലും നെറ്റ്ഫ്ലിക്സിലൂടെയോ അല്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയോ തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം ലാസ്റ്റ് ആയിട്ടായിരിക്കും ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യുക. അടുത്തത് നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഐ ആം കാതലൻ എന്ന മലയാള ചിത്രമാണ്. ഗിരീഷ് ഏടിയുടെ ഡയറക്ഷനിൽ നെസ്ലിനാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രമൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് നല്ല അഭിപ്രായമായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോകളിലൂടെ എല്ലാം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മനോരമ മാക്സ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന ജനുവരി 17 പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ക്രിസ്മസിന് മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗംഭീര ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് റൈഫിൾ ക്ലബ് എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററുകളിലൊക്കെ വലിയൊരു വിജയമായിട്ട് മാറിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു വമ്പൻ താരനിര തന്നെ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി 16 അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ജോജു ജോർജിന്റെ ഡയറക്ഷനിൽ ജോജു ജോർജ് തന്നെ നായകനായിട്ട് എത്തിയിട്ടുള്ള പണി എന്ന മലയാള ചിത്രമാണ്. ഇതും ഒരു ഗംഭീര ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള ഒരുപാട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സോണി ലീവ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രവും ജനുവരി 16 തന്നെ, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.